ഞാൻ ഇച്ചിരി ഈ ഡൽഹി കിടന്ന് സമരം ചെയ്യണത് പിള്ളേർക്ക് അതിൻ്റേതായ ഗുണം കിട്ടണം. പിള്ളേർ പഠിക്കുന്ന കുട്ടികൾ അവർ മരിക്കാനൊന്നും പോണില്ല. ഈ പിള്ളേർ മരിച്ചുകൊണ്ട് വല്ല ഗുണം ഉണ്ടാവുമോ? ഇല്ലല്ലോ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് മനസ്സിലാക്കാത്ത കുട്ടികൾ അവർക്ക് എന്താണ്? വീണ്ടും ആ പരീക്ഷ വരും, എഴുതി എനിക്ക് ജയിക്കാം, എനിക്ക് ജോലി കിട്ടണം, എനിക്ക് പഠിക്കണം, എനിക്ക് ഡോക്ടറാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കണ്ടേ അവർ? എനിക്ക് എൻ്റെ കാരണവന്മാരുണ്ട്, എൻ്റെ കൂടപ്പറപ്പുകളുണ്ട്. അല്ല, ഞാനങ്ങ് മരിച്ചാൽ എന്താണ്? ആർക്ക് പോകും? അവരവർക്കല്ലേ പോകത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് എന്നാണേലും കേന്ദ്ര സർക്കാർ അതിന് പരിഹാരം കാണുമെന്ന് ഇവർ മനസ്സിലാക്കണ്ടേ? ഈ കള്ളന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നതുണ്ടല്ലോ. എന്തുമാത്രം ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ PSCയുടെ ചോർന്നല്ലോ, ഇവിടെ അല്ലാത്തത് ചോർന്നല്ലോ, പഞ്ചാബിൽ ചോർന്നല്ലോ. എന്തുകൊണ്ട് അവിടെ സമരത്തിന് ചെന്നില്ല? പഞ്ചാബിലുണ്ടായിരുന്നല്ലോ, വേറെ സ്ഥലത്തുണ്ടായിരുന്നല്ലോ. അതൊക്കെ എന്തുകൊണ്ട്? ഇവിടെ 10ാം ക്ലാസ്സിലെ വരെ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ഈ പാറ്റാക്കൂട്ടം വരാത്ത എന്തുകൊണ്ടാണ്? അപ്പം ഇത് എല്ലാവരും കൂടി ആലോചിച്ച് നരേന്ദ്രമോദിനെ അങ്ങ് താഴെ ഇറക്കി അങ്ങ് വിടാം എന്നല്ല നിങ്ങൾ കണ്ടത്. അത് നടക്കത്തില്ല. അതെന്താന്ന് വെച്ചാൽ രാജ്യം കണ്ടതിലും ഏറ്റവും നല്ലൊരു പ്രധാനമന്ത്രി അതാണ് നരേന്ദ്രമോദി. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കും ഉണ്ടല്ലോ ഇത്ര പ്രായമൊക്കെ. ഇതിന് മുമ്പ് പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നല്ലോ. ഇതുപോലൊരു ഭരണം കണ്ടിട്ടില്ലല്ലോ, ഇതുപോലൊരു വികസനം കണ്ടിട്ടില്ലല്ലോ. അന്നൊക്കെ അവിടെ അങ്ങോട്ടൊക്കെ പോയാലുള്ള റോഡുകൾ എന്തായിരുന്നു എന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കാതെ എന്തുകൊണ്ട് ഇങ്ങനെ ചാടുന്നു? ഇവിടുന്ന് കുറേ UDFകാരും കുറേ LDF പിന്നെ അവർക്കൊരിടോ ഇല്ല. ഇവിടെ എവിടെ പാർട്ടിയുടെ കൂടെ കൂറ്റാടെ കൂടി ആരുടെയെങ്കിലും കൂടെ ഒന്ന് കൂടി എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റാം എന്നോർത്തോണ്ട് അതുങ്ങളും നടക്കുക. അങ്ങനെ നടന്നാലൊന്നും കയറി പറ്റില്ല. ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾക്ക് വിവരം ആകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നേരത്തെ ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് എവിടെ പറയുന്നിടത്ത് കൊണ്ട് കുത്തിക്കൊണ്ടിരുന്നവരാണ് മിക്കവരും. ഞാൻ സഹിതം ഞാൻ ഞാനും അതെ, ഞാൻ ഈ LDFനും കൊണ്ട കുത്തും, UDFനും കൊണ്ട കുത്തും, അങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു. ആ മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ അതും ഞാൻ അവർക്കാണ് കൊണ്ട കൊടുത്തത്. പക്ഷെ ഇത്രയും കൊള്ളില്ലാത്തൊരു ഭരണമായിരുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്കും ഇതൊക്കെ മനസ്സിലായത്. ഞാൻ പോയി പല സ്ഥലവും കണ്ടേച്ച് വന്നപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. അറിയാമോ? അതുകൊണ്ട് ജനങ്ങൾ ഇപ്പോഴത്തെ റോഡുകൾ എന്താ വികസനം! വിദേശത്തുള്ള ട്രെയിനല്ലേ ഇവിടെ തന്നെ നിർമ്മിച്ച് ഇവിടെ തന്നെ വിട്ടത്. അതിനിട്ട് കല്ലെറിഞ്ഞ് വെക്കുന്ന ഇവന്മാർ. അതിൻ്റെ അകത്ത് ബഹളം വെച്ചവരെ കൃത്യമായി പിടിക്കണം. പിടിച്ചവർക്ക് തക്ക ശിക്ഷയും കൊടുക്കണം. ചെറിയ കുട്ടികൾ അറിവില്ലാതെ ഇവരെ ചാടിച്ചുകൊണ്ട് വന്നവരാ, അവർ പൊക്കോട്ടെ. അവരുടെ കാരണവന്മാർ ശ്രദ്ധിക്കണം. കുട്ടികളെ ഇറക്കി വിട്ട് കലാപത്തിന് ഉണ്ടാകരുത്. ഈ രാജ്യം ഉണ്ടെങ്കിലേ ഞാനിവിടെ താമസിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം. രാജ്യമില്ലെങ്കിൽ ഇല്ല കേട്ടോ. നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ നടക്കുന്നു. ഇതുപോലെ ഒരു ഭരണത്തിന് ആരെ കയറ്റാനാ? നിങ്ങൾ ആരെ കയറ്റാൻ? ആരുണ്ട് നന്നായിട്ട് ഭരിക്കാൻ കൊള്ളാവുന്നവർ? ഇതിൻ്റെ അകത്ത് ആരുണ്ട്? ഒന്ന് കാണിച്ചതാ, ഒന്ന് പറഞ്ഞതാ. ഇതിൻ്റെ അകത്ത് ആരുണ്ട് നന്നായിട്ട് ഭരിക്കാൻ കൊള്ളാവുന്നതെന്ന്? ആരാ? രാഹുലിനെ കയറ്റാനാ? ഒന്ന് പഞ്ചായത്ത് പോയി ഭരിച്ചിട്ട് വരട്ടെ, എന്നിട്ട് രാഹുലിനെ കയറ്റി ഭരിപ്പിച്ചാൽ മതി കേട്ടോ. ഇന്ത്യ ഭരിക്കാറായിട്ടില്ല. ഇന്ത്യ ഭരിക്കണമെങ്കിൽ അതിൻ്റേതായ കഴിവും നട്ടലും വേണം. മോഡിജി ഗുജറാത്തിലെ ഇരുന്ന് ഭരിച്ച് ആ സ്ഥലം സൂപ്പറാക്കിയ ആളാണ്. കേന്ദ്രത്തിലേക്ക് വന്നു. അവിടെ എന്തായി? എവിടെയായി? രാജ്യം എവിടെയായി? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജ്യമില്ലെങ്കിൽ നമ്മളുമില്ല. നിങ്ങൾ ഓരോരുത്തരും ഓർത്തോണം. കുറേ തീവ്രവാദികൾ ഈ കേരളത്തിലുണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? തീവ്രവാദികൾ കേരളത്തിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് എന്നാണേലും ഈ പാറ്റാക്കൂട്ടം അത് അറിയിച്ചു തന്നത് നന്നായി. അപ്പോൾ ഇവിടെ കേരളത്തിലുണ്ട് ഇതുപോലെയുള്ളവർ. അപ്പോൾ മറ്റവർ പറയുന്നുണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലും ആരും സമ്മതിക്കില്ലായിരുന്നു. ഇപ്പോൾ ഉണ്ടെന്നുള്ളത് എല്ലാ വ്യക്തികൾക്കും മനസ്സിലായി. ഇപ്പം ഇവിടെ ഉണ്ട്. ഒരു
തീവ്രവാദി ഒരുത്തനെ അവൻ വെസ്റ്റ് ബംഗാളിലൊക്കെ പോയി ഭയങ്കര വഴക്കുണ്ടാക്കി അവിടുത്തെ പോലീസിനെ അടിച്ച് പൊടിയാക്കി. എൻ്റെ ഈ കൈ കൊണ്ടാണ് ഞാൻ ചെയ്തത്. അവൻ്റെ കൈ വിറക്കണു, അവൻ്റെ കാല് വിറക്കണു, അവൻ്റെ പിരിവിരിക്കണു. അവൻ ഇപ്പം അവിടെ ചെന്നേനെയായിരുന്നു. ഇപ്പം അവിടെ ചെന്നെങ്കിൽ പാർലമെൻ്റ് അവനെ വെടിവെച്ചിട്ടേനെയായിരുന്നു. പിന്നെ അവിടെ ഇരിക്കുന്നവരെല്ലാം അവൻ വെടിവെച്ച് കൊന്നേനെയായിരുന്നു. അയ്യോ നിങ്ങൾ പൊക്കോ എനിക്കിപ്പോൾ പോകാൻ മേലാഞ്ഞിട്ടാ. ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ പോയി ഞാൻ പൊരുതി വന്നയാളാണ്. അവരെ എല്ലാം അടിച്ച് പൊടിയാക്കിയിട്ട് വന്നതാണ്. നിങ്ങൾ പൊക്കോ. അതുകൊണ്ട് നമ്മളിവിടെ എല്ലാവരും ഉണ്ടല്ലോ. ആരാ? കോൺഗ്രസ്സുകാരുണ്ട്, LDFകാരുണ്ട്, ഇങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരാളൊന്നും അല്ലല്ലോ. മറ്റേ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് വന്ന് അടിച്ച് പൊടിയാക്കിയിട്ട്, ഈ കൈ കൊണ്ട് അടിച്ച് ഞാൻ പൊടിയാക്കിയിട്ടാണ് വന്നത് എന്നൊക്കെ പറയുന്നു ഒരുത്തൻ. അവന് പിന്നെ യൂട്യൂബ് ചാനലുണ്ടെന്നോ അവന് ഏതാണ്ട് ഫേസ്ബുക്ക് ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ അവൻ്റെ ബിസിനസ് എന്താണെന്നും അവൻ എവിടെയൊക്കെ കടയുണ്ടെന്നും അവൻ ആരാണെന്നും മനസ്സിലാക്കണം. BJPക്കാർ ചുമ്മാ പൊള്ളയായിട്ടങ്ങ് നടന്നാൽ പോരാ, നേതാവ് കളിച്ചോണ്ട് കേട്ടോ. മറ്റോരോ പിന്നെ ഇതൊന്നും ചെയ്യലെന്ന് നിങ്ങൾ കണക്കാക്കണം. അതിന് കൂട്ടു നിൽക്കുകയുള്ളൂ. മറ്റൊരു കൂട്ടു നിൽക്കുകയുള്ളൂ. അപ്പോൾ BJPക്കാരെ എന്തിനാ ഈ നാട്ടിൽ എന്നെ ആവശ്യത്തിനാന്ന് പൊതുജനം ചോദിക്കും. നിങ്ങളെ എന്തിനാണ് ഈ നേതാവാക്കി ഇവിടെ ഓരോരുത്തരും കാണുന്നതെന്ന് ഈ പൊതുജനം ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? അതുകൊണ്ട് BJPക്കാര് ഇവരാരാണെന്നും ഇവരെവിടെയുള്ളതാണെന്നും ഇയാൾ ഏതാണെന്നും മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു പെണ്ണ് കൊച്ചിക്കാരി എങ്ങാണ്ടാന്നാ കേട്ടത്. അയ്യോ അവക്കിടയിലേക്ക് ഒരു തോക്ക് കിട്ടിയാർന്നെങ്കിൽ അവൾ അപ്പം തന്നെ നരേന്ദ്രമോദിനെ വെടിവെച്ചാനെന്ന് പറഞ്ഞ്. തോക്ക് കിട്ടാത്തത് കുരുത്തം. നിങ്ങളൊരു തോക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടാ കൊടുക്കുക, അവൾ വെടിവെക്കട്ടെ. തോക്കുണ്ടെങ്കിൽ അവൾ എപ്പോഴേ വെടിവെച്ചാനെയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു തോക്ക് മേടിച്ച് അവൾക്ക് കൊടുക്കുക. അവൾ ഏതാണെന്നോ അവൾ എവിടത്തെയാണെന്നോ അവൾ എന്താണെന്നോ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അങ്ങോട്ട് വിടണം, കേന്ദ്രത്തിലേക്ക് വിടണം. ഇവിടെ എങ്ങും ആരും കേസ് കൊടുത്താലൊന്നും ഇവിടെ എങ്ങും അന്വേഷണം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ മൊത്തം ഈ ശബ്ദരകൾ മൊത്തം ആ ആളുടെ ഫോട്ടോയും വെച്ച് നിങ്ങൾ കേന്ദ്രത്തിലേക്ക് വിട്ടാൽ അവിടെ നിന്ന് അന്വേഷണം വന്നോളും. അതുപോലെ തന്നെ ഒരു ജസീനയോ എന്തോ ഒരു മുസ്ലിം പെണ്ണ, അയ്യോ അവള് പറയണ തെറി, ഇങ്ങനെ ഒരു ഇന്നാരെന്നില്ല ആരും ഇങ്ങനെ തെറി പറയാവോ? ഇതുപോലെ തെറിയോ പച്ച തെറി അങ്ങോട്ട് പറഞ്ഞിട്ട് മോഡിനെ പറയുന്നത് കേൾക്കണം പ്രധാനമന്ത്രിനെ. എനിക്ക് തന്നെ അത് കേട്ടിട്ട് സഹിക്കാൻ മേല. ഒരു പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഒരു മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ആരെ അതുപോലെ തെറി പറയാവോ? തെറി പറയാൻ കൊള്ളാവോ? എന്താ തെറിയാ! ആ പെണ്ണിനെ 60 നിങ്ങൾ രേഖ എടുത്ത് അത് അവിടെ ഒളിക്കുകയും പിടിക്കുകയും ഒന്നും ചെയ്യണ്ട. അവൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് മൊത്തം അങ്ങോട്ട് അയച്ചു കൊടുത്തേരെ, തെറി അവരും കേട്ടോട്ടെ. അവിടുന്ന് എങ്കിൽ മാത്രമേ ഇത് അന്വേഷണം വേണ്ടു. BJPക്കാരല്ലാതെ മേലെ ഇനി ഇതിലവിടെ വോട്ടർ ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്, അത് പറഞ്ഞേക്കാം. ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് വോട്ട് ചോദിച്ചു ചെല്ലാനുള്ള അവകാശം ഉണ്ടാകുകയല്ല. നിങ്ങൾ ചുമ്മാ കണ്ടുമില്ല കേട്ടുമില്ല എന്നും പറഞ്ഞുകൊണ്ട് കുറേ മാധ്യമത്തിന് പുറത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ. പിന്നെ മേലെ വോട്ടും ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത് ഈ പറഞ്ഞവരെ എല്ലാം. അതുപോലെ തന്നെ ആണുമല്ല പെണ്ണുമല്ലാത്ത ഒരാൾ, അത് എന്നാ പെണ്ണാന്നും പറ്റും, പെണ്ണാണോ ആണാണോ ഒന്നും പറ്റും അറിയത്തില്ല. അങ്ങനെ ഒരു കോലം കിട്ടുന്ന ഒരുത്തിനെ അവളും പറഞ്ഞു. നരേന്ദ്രമോദിയുടെ അച്ഛൻ അമ്മ മരിച്ചു പോയവരെ പോലും കുഴിയിലിടാതെ നരേന്ദ്രമോദിനെ തെറി പറയുമ്പോൾ ഇത് കേട്ടിരിക്കണം ഇവിടുത്തെ പൊതുജനം. ഒരു പ്രധാനമന്ത്രിനെ തെറി പറഞ്ഞത് കേട്ടിരിക്കാനാണോ നിങ്ങളെയൊക്കെ ഇവിടെ BJPക്കാരാണെന്നും പറഞ്ഞോണ്ട് ഉണ്ടാക്കി വെച്ചേക്കണത്? അല്ലല്ല. നിങ്ങൾ കുറേ മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ ഇവരുടെ എല്ലാം എടുത്ത് നിങ്ങൾ കേന്ദ്രത്തിലേക്ക് അങ്ങ് അയച്ചാൽ മാത്രം മതി. ഇവിടെ ഒന്നും കൊടുക്കണ്ട. ഇവിടെ ഒരു കേസും കൊടുത്താൽ ഒന്നും പിടിക്കാൻ പോണില്ല. അവരിതിന് കൂട്ടുള്ളവരാ. അതുകൊണ്ട് അത് കേട്ട് രസിക്കുന്നവരാണ് ഇവിടെയുള്ളവർ. അല്ലെങ്കിൽ ഇത് കൂടും, ഇല്ലെങ്കിൽ എനിക്കും പറയാം ഇത് കൂടും. ഒരു പ്രധാനമന്ത്രിനെ ഒരു മുഖ്യമന്ത്രിനെ ഇത്ര തരം താഴ്ന്ന വർത്തമാനങ്ങൾ പറഞ്ഞ് കേട്ടിരിക്കാൻ എല്ലാവർക്കും ഒന്നും കേൾക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നവരാ. മുഖ്യമന്ത്രിനെ ബഹുമാനിക്കുന്നതാണ്, പ്രധാനമന്ത്രിനെ നമ്മൾ ബഹുമാനിക്കുന്നതാണ്. ഇതുപോലെ ഒരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ടാവില്ല. അതാണ് ചിന്തിക്കേണ്ടത്. ഈ പൊതുജനം ചിന്തിക്കേണ്ട. അല്ലാതെ കിട്ടുന്നതൊക്കെ മേടിച്ച് തിന്നുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ഓരോരുത്തരും പറയണം
ഇനി അവിടെ ഇത് കൊണ്ടും കൊണ്ട് സമരവും ചെന്നിട്ട് ഇവിടുന്ന് എല്ലാം കൂടെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ഇനി നോക്കിക്കൊണ്ടാൽ മതി. ഇപ്പം മോഹൻദാസിനെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. അയാൾ പറഞ്ഞത് പറഞ്ഞതിന് എന്നാ തെറ്റ്? പിള്ളേരുടെ സമരം അല്ലല്ലോ അവിടെ നടന്നത്. പിള്ളേരുടെ കാര്യത്തിന് അവിടെ പരിഹാരം ഉണ്ടാവുമല്ലോ. പിള്ളേരുടെ സമരം അവിടെ നടന്നിട്ടില്ല. പിള്ളേരുടെ സമരത്തിന് അവർ പരിഹാരം കാണും, പരിഹാരം കണ്ടു. പരീക്ഷ കഴിഞ്ഞു, എൻ്റെ റിസൾട്ടും വന്നു. പിള്ളേരുടെ കാര്യം ഇനി ഒരിക്കലും ചെയ്യില്ലാത്ത പണി അവർ ചെയ്തു വെച്ചു. അതിനിവർ വിലങ്ങ് തട്ടിയായിട്ട് നിന്നവരല്ലേ. അപ്പം ഇവർക്ക് എന്താ പിള്ളേരുടെ കാര്യം അല്ലായിരുന്നല്ലോ ഇവരുടെ ശ്രദ്ധ. ഇവർക്ക് പിള്ളേരല്ല. നരേന്ദ്രമോദിയെ താഴെ ഇറക്കിയിട്ട് എനിക്ക് കസേരയിൽ ഇരിക്കാൻ എന്ത് പറ്റിയ ആൾക്കാരാണെന്നറിഞ്ഞില്ല കസേര കയറി ഇരിക്കാൻ. നല്ല സൂപ്പറല്ലേ കസേര കയറി ഇരിക്കാൻ. രാജ്യം പോണ വഴി കാണുകയല്ലോ, രാജ്യം പോണ വഴി. ഇപ്പം തന്നെ ഇത്രയും തീവ്രവാദികളുണ്ടെന്ന് മനസ്സിലായല്ലോ. കേരളത്തിൽ ഇത്രയും തീവ്രവാദി ഉണ്ടെന്ന് നമുക്ക് പിടി കിട്ടിയല്ലോ. എന്നാണെങ്കിലും പാറ്റാക്കൂട്ടത്തിന് അതിന് നന്ദിയുണ്ട്. അവർ കാരണമാണല്ലോ അത്. ഇനി അവിടെ സമരം ചെയ്യാൻ വരുന്നു എന്ന് അതിൻ്റെ പ്രതിവിധി അവർ നോക്കണം. പിള്ളേരുടെ കാര്യം നിങ്ങൾ പരിഹരിച്ചു. ഇനി സമരം ചെയ്യാൻ വരുന്നവരെ പിടിച്ചോണം. അത്രേ ഉള്ളൂ. നാട് നശിപ്പിക്കാനൊന്നും ആരും സമ്മതിക്കില്ല. എല്ലാ ജനവും ഇറങ്ങണം. ഇപ്പം വേറെ സ്ഥലത്തൂടെ ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ടല്ലോ, പിടിക്കുന്നില്ലേ? അതേപോലെ എല്ലാ ജനവും ഇറങ്ങണം. ഇന്ത്യ താമസിക്കേണ്ട ജനങ്ങൾ നമുക്ക് ഇന്ത്യ വേണമെന്നുള്ളവരിറങ്ങണം. തീവ്രവാദികൾ ഇറങ്ങില്ല. ഇന്ത്യ കേരളത്തിൽ കുറെ തീവ്രവാദികൾ കിടക്കുന്നു അല്ലേ? ഇവിടുത്തെ ചോറും ഉപ്പും തിന്നോണ്ട് ഇവിടെ താമസിക്കാൻ കൊള്ളുകയല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊക്കൊന്നേ. നിങ്ങൾക്ക് നല്ല രാജ്യത്തേക്ക് പോകാമല്ലോ. കേരളം കൊള്ളുകയല്ലെങ്കിൽ അല്ലേ? അതുപോലെ തന്നെ വിദേശത്തിരുന്നൊരുത്തൻ കാശ്മീരിൽ കൊന്നവരെ തുണി പൊക്കി കാണിച്ചിട്ട് കൊന്നവരെ വെടിവെച്ചവരെ എൻ്റെ സഹോദരങ്ങളാണ്. അയ്യോ, എൻ്റെ സഹോദരങ്ങളാണ്. കാശ്മീർ അങ്ങോട്ട് വിട്ടുകൊടുക്കണം, കാശ്മീർ ഇങ്ങോട്ട് വിട്ടുകൊടുക്കണം. അവൻ പറഞ്ഞതല്ലേ. പിന്നെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളല്ലാത്തവരെ അവർക്ക് ഭരണം വരുമ്പോൾ വീട്ടിൽ കയറി കൊല്ലുമെന്നാണ് പറഞ്ഞത്. അവൻ പറഞ്ഞതാ. അവനെ ഇന്നാൾ വന്നപ്പം പിടിച്ചപ്പോൾ ജയിലിലിട്ടേക്കണത്. അവനെയൊന്നും ഇനി ഭൂമിയിലേക്ക് വിടരുത്, അത്രയേ ഉള്ളൂ. അവനൊന്നും നമ്മുടെ നാടിന് നല്ലതല്ല. ഇപ്പം ഈ പറഞ്ഞവനും അതെ, അവിടെ പോയി അടിച്ചു, പോലീസിനെ അടിച്ചു. ഇപ്പം അവനുണ്ടായിരുന്നെങ്കിൽ പാർലമെൻറ്റ് തകർത്തേനെ. അവൻ്റെ കുണ്ടി പാടില്ലായിരുന്നോണ്ടാണ് അവൻ പോകാത്തത്. അവനെ പിടിച്ചോണ്ട് പോകണം ഇവിടുന്ന്. അവനൊന്നും ഈ നാട്ടിൽ ആവശ്യമില്ല. ഇവിടെ നന്നായിട്ട് ജീവിക്കുന്നവർ ജീവിക്കണം. ഇവിടെ നന്നായിട്ട് ജീവിക്കുന്ന എല്ലാ മതക്കാരും ഉണ്ട്, നല്ല മനുഷ്യരുണ്ടെന്നേ. ഇതുപോലെ തീവ്രവാദികളല്ലെന്നേ ഉള്ളത്. എല്ലാ മതത്തിലും നല്ല മനുഷ്യരുണ്ട്, എല്ലാ മതത്തിലും ചീത്ത മനുഷ്യരുമുണ്ട്. ആ ചീത്തനെയൊക്കെ പിടിച്ചു കൊണ്ടുപോകണം. നാടിനാവശ്യമില്ല അവരെ. നമുക്ക് നാടിനാവശ്യമുള്ളവരാണ് വേണ്ടത്. ആർക്കും ഒരു പാര വയ്ക്കാതെ ആരെയും ദ്രോഹിക്കാതെ നമ്മൾ ജീവിക്കുക, അതല്ലേ നമുക്ക് വേണ്ടത്. എല്ലാവരും ഈ രാജ്യത്തുനിന്ന് പോകുന്നവരാന്ന് ഓർക്കാത്ത എന്തുകൊണ്ടാണ്? എല്ലാവരും ഈ രാജ്യത്തുനിന്ന് പോകുന്നവരാ. അപ്പോൾ അത് മനസ്സിലാക്കണ്ടേ? എന്താണ് കാണിക്കണത്? ഭരിക്കാൻ കയറുന്നവരെ ഭരിപ്പിക്കുകയില്ല. സമരമൊക്കെ ചെയ്യണമെന്നേ, അതിനൊക്കെ മര്യാദയുണ്ട്. സമരത്തിനൊക്കെ മര്യാദയുണ്ട്. പിള്ളേരുടെ കാര്യത്തിന് ഇറങ്ങുന്നത് അതൊക്കെ അത് മറ്റുള്ളവരെന്തിനാ പോയി ചാടാൻ പോണേ? പിള്ളേർ ചാടിയാൽ മതിയല്ലോ. പിള്ളേരുടെ കാര്യത്തിന് ആ പിള്ളേർ ചാടാൻ പിള്ളേരുണ്ടല്ലോ, ഇല്ലാടി ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം കലാപം ഉണ്ടാക്കി ഭരണം അട്ടിമറിക്കാൻ അവിടെ കാണിച്ച പോലെ ഇവിടെയും കാണിച്ച, ശ്രീലങ്കയിലും പശ്ചിമബംഗാളിലും ഒക്കെ കാണിച്ച അവിടുത്തെ മുഖ്യമന്ത്രിയെ ചാടിച്ച പോലെ ഇവിടെയും ചാടിക്കാം. ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഒരു നട്ടല്ലല്ല, 4 നട്ടലിൽ കൂടുതലുണ്ട് കേട്ടോ. അത് മനസ്സിലാക്കിയാൽ ജനങ്ങൾക്ക് കൊള്ളാം. അവർ മര്യാദയ്ക്ക് എല്ലാവരും സഹിച്ചു. ഇനി മര്യാദ കിടുമ്പം അവരതിൻ്റെത് മോഹൻദാസ് പറഞ്ഞാൽ എന്താ തെറ്റിരിക്കണേ? അങ്ങാരെ എന്നാ ചെയ്യുമെന്ന് പറഞ്ഞാണ്ടാ പോലീസ് പൊക്കിക്കൊണ്ട് പോയേക്കണേ. അങ്ങാരും ആരാന്നോർത്തോട്ടാ? അങ്ങാരും നല്ല വിവരവും ബോധവും ഉള്ള മനുഷ്യനാണ്, അറിവുള്ള മനുഷ്യനുമാണ്. അല്ല പൊട്ടനൊന്നുമല്ല അയാൾ. അയാൾക്കും അതിൻ്റേതായ കഴിവുണ്ട്. അയാളൊരു അഡ്വക്കറ്റുമാണ്. അയാൾ അതിൻ്റെ നിയമം അറിയാം, അതിൻ്റെ വഴിക്ക് അയാൾ നോക്കിക്കോളും. പിടിച്ചുകൊണ്ട് പോണവരവസാനം പറഞ്ഞതിന് എന്ത് തെറ്റാവുള്ള തന്നെ. പിള്ളേരെ വെടിവെക്കാനല്ല പറഞ്ഞ അയാൾ.
ഈ ആവശ്യമില്ലാതെ പോയി ചാടുമ്പോഴേ ഓർക്കണം. പിള്ളേരെ മറ്റും വെച്ചോണ്ടേ പിള്ളേരുടെ ഭാവി തകർക്കാൻ ഈ തീവ്രവാദി കൂട്ടം ചാടുമ്പോൾ പിള്ളേരും കുറേ മനസ്സിലാക്കണം. പിള്ളേരുടെ പ്രായം അതാണ്, പിള്ളേരങ്ങ് ചാടും. പക്ഷെ അത് ആരാ കണക്കാക്കണ്ടേ? ഇവിടുന്ന് പോയ കോൺഗ്രസ്സുകാരും ഇത്ര പൊട്ടന്മാരാണോ? ആ രാഹുൽ വിളിച്ചേക്കണേ എങ്ങനെ അല്ലല്ലോ അല്ലേ? രാഹുൽ വിളിച്ചേക്കുന്ന അവിടെ ഒരാളുടെ ബർത്ത്ഡേക്ക് വിളിച്ചതല്ലേ? അന്ന് ഘോഷിക്കാൻ ചെന്ന തന്ത്രം പിടിച്ച രാഹുൽ. തന്ത്രം കൊണ്ട് പോയാലേ പൊതുജനം മനസ്സിലാവും തന്ത്രം ആർക്കാണെന്നും ആര് കൊള്ളാവുന്നും. ഈ പൊതുജനത്തിന് എല്ലാ വിവരങ്ങളും അറിയാം, എല്ലാ വിവരം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്ത്രം കുറച്ചിട്ട് നല്ലതിന് വേണ്ടിയിട്ട് രാഹുലും നിൽക്കുക. കള്ളത്തരവും കൊള്ളിവെപ്പും ഒന്നും ഇല്ലാതെ രാഹുലും നിൽക്കുക. സത്യസന്ധമായി നിൽക്കുമ്പോൾ നല്ല വഴി വരും അതിന്. അല്ലാതെ കള്ളത്തരവും കൊള്ളിവെപ്പും കൊണ്ട് നിന്നാലൊന്നും ഒരിടത്തും ഉണ്ടാവില്ല. സത്യസന്ധമായി നിന്നാൽ നമുക്ക് ദൈവം അതിനുള്ള ഒരു ഇത് തരും. അല്ലാതെ അട്ടിമറിക്കാന്നും ഇതൊന്നും ഓർത്ത് ആരും നടക്കണ്ട. ഇനിയും മോഡി ജയിക്കണം. എങ്കിലേ നാട് ഇനി നമുക്ക് നന്നാക്കാനുണ്ട്, ഒത്തിരി നന്നാക്കാനുണ്ട് നമ്മുടെ നാട്. 60 കൊല്ലം ഭരിച്ചിട്ടോ നന്നായില്ല. ഇപ്പം ഈ 14 കൊല്ലം കണ്ടല്ലേ എത്ര നന്നായിട്ടുള്ളൂ. ഇനി ഒരു 14 കൊല്ലം കൂടെയെങ്കിലും ഭരിക്കണം, എങ്കിലേ കുറേ കൂടെ നന്നാവും. അയ്യോ നമ്മുടെ നാടെന്നേരം എന്താവും? പോയി കണ്ടിട്ടൊക്കെ വാ നിങ്ങൾ. കാണാതെ ഇരുന്നിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ മെച്ചും തിന്നും ഇരുന്നിട്ടൊന്നും കാര്യമില്ല. പെണ്ണുങ്ങൾ കുറേ ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ കുറേ സീരിയലും കണ്ട് കുറേ സിനിമയും കൊണ്ടുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഇവിടെ ജീവിക്കണ്ടെന്ന് ഓർക്കണം. നിങ്ങൾ ഓരോന്നും ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് ചെയ്താൽ ഇന്ത്യ എങ്ങനെ വരുമെന്ന് നിങ്ങൾ ഓർത്തു കേട്ടോ. അത്രേ ഉള്ളൂ. ഇനി ഇവിടെ കുറേ പേര് ഇപ്പോൾ ഇവിടെ സമരത്തിന് ഇരിപ്പുണ്ട്, സെക്രട്ടേറിയറ്റിൻ്റെ ആൾ. അവരുടെ കാര്യം ഒന്ന് തീരുമാനമാകണം കേട്ടോ. എന്നിട്ട് ഇനി ഡൽഹിക്ക് നിങ്ങൾ പോകും. അവരുടെ കാര്യം തീരുമാനമാക്കിയിട്ട് എന്ത് അങ്ങോട്ട് ചെല്ലാത്ത എന്തി? ഇവിടെ അവരവരുടെ മിറ്റം അടിച്ചിട്ട് വേണ്ടേ അന്യവരുടെ മിറ്റം അടിക്കാൻ പോകാൻ? സ്വന്തം വീട്ടിലെ മിറ്റം അടിക്കുക, എന്നിട്ട് നാട്ടുകാരുടെ മിറ്റം അടിക്കാൻ നിങ്ങൾ പോകും. അതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ആ വയനാട്ടിൽ ആ എല്ലാം നശിച്ചു പോയവരുടെ ആ പണമെല്ലാം ആര് കൊണ്ടുപോയി? അവർക്കിപ്പോഴും വീടുമില്ല കൂടുമില്ലാതെ അവിടെ കിടപ്പുണ്ടല്ലോ. വർഷം 2 ആയല്ലോ. എന്തുകൊണ്ട് അവരെ നോക്കുന്നില്ല? അവരുടെ ബാക്കി ഇഷ്ടം പോലെ പണം വന്നു കൂടിയായിരുന്നല്ലോ. ഈ പണം വേണ്ടല്ലോ അവിടെ അതുപോലെ ഉണ്ടാക്കാൻ. എന്നിട്ട് എന്തുണ്ടാക്കി അവിടെ ആർക്കൊക്കെ കിട്ടി? അതിന് കുറേ മുസ്ലിം ലീഗുകാർ ഒരു 10-60 വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ല വീടാണ്, സൂപ്പറാണ്. ബാക്കി പിന്നെ LDF കുറച്ച് വീട് വെച്ച് കൊടുത്തത് വിണ്ട് കീറി പണിയും ഒന്നും ആയിട്ടില്ല. അവർ താമസിക്കുന്നില്ലല്ലോ എങ്ങനെയാ അതേ ആൾക്കാരെ. അത് ഞാൻ നേരത്തെ കണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ അകത്തൊന്നും ആയിട്ടില്ല. മുസ്ലിം ലീഗ് വെച്ച് കൊടുത്ത വീടിൻ്റെ അത്രയും പോലും മുഴുപ്പില്ല. ഈ കിട്ടിയ പണം ആര് കൊണ്ടുപോയെന്ന് അന്വേഷിക്കുക നിങ്ങൾ. ഈ മുഖ്യമന്ത്രി ഇപ്പം കയറിയ മുഖ്യമന്ത്രിയോടാണ് ഞാൻ പറഞ്ഞത്. സതീശൻ മുഖ്യമന്ത്രിയോടാണ് പറയുന്നത്. സതീശൻ മുഖ്യമന്ത്രി ഈ കിട്ടിയ പണത്തിൻ്റെ എല്ലാ രേഖയും എടുക്കണം. എത്ര ചിലവായെന്നും ചിലവായത് പകുതി പച്ചക്കള്ളം എഴുതി വെക്കും. അതിന് ഓരോന്നിനും നമുക്ക് അറിയാമല്ലോ എന്നതിനൊക്കെ ഇത്ര വെച്ചാവുമെന്ന്. അതിൻ്റെ ബാക്കി പണം എവിടെയെന്ന് ചോദിക്കുക. എന്നിട്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ നോക്കുക. അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നോക്കുക. ആ പോയവരുടെ കുറേ വീട്ടുകാരുണ്ടല്ലോ. എത്ര വീട്ടുകാരുണ്ട് ഇപ്പോഴും ഇല്ല, ഒന്നുമില്ലാതെ കിടക്കുന്നവരെ, വീടുമില്ല കൂടുമില്ലാതെ. അവരുടെ കാര്യം കൂടെ നോക്കുക. എന്നിട്ടാട്ടെ അതൊക്കെ നോക്കാതെയാണ് ഡൽഹിക്ക് പറഞ്ഞത്. താഴെ ഇറക്കാൻ പോയതല്ല, അങ്ങടെ ഒരു താഴെ ഇറങ്ങിയിരിക്കുക ഇപ്പം. പിന്നെ ഞാൻ ആരുടെയും വഴക്കിനോ വയ്യാവലിക്കോ ഒന്നും പറഞ്ഞതല്ല. നാട്ടിൽ നടക്കുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് ഒരു പാർട്ടിക്കാരോടും വഴക്കോ വയ്യാവലിയോ ഒന്നും ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞതല്ല. ഞാൻ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. ആ അറിയുന്നത് വെച്ചാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അത് പറഞ്ഞുകൊണ്ട് എന്നെ ആരും തെറി പറയാനും എടുക്കാനൊന്നും പോരണ്ട. ഞാൻ നാട്ടിൽ നടക്കുന്ന കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഇനി മോദിജി ഒരു 15 എങ്കിലും ജയിക്കണം. അതിനുള്ള ആരോഗ്യവും ആയുസ്സും കൊടുക്കും, ദൈവം കൊടുക്കും. അത് സദാ മനുഷ്യനല്ല. അത് നിങ്ങൾ ചിന്തിക്കണം. ഇത്രയും നാളായി എത്ര മരുന്ന് മേടിച്ചു?
എവിടെ പോയി ചികിത്സിക്കാനാ? എന്ത് ചെയ്തു? നിങ്ങളറിയ എന്തി അതാ പറയാത്ത? എന്തി ചികിത്സിച്ച് ഇത്രയും പണം ചിലവായി, അതെന്തേ പറയാത്തേ? എന്തേ പറയാത്തേ? അതും പറയണമായിരുന്നല്ലോ, ചികിത്സിച്ചിട്ട് ഇത്രയും പണം ചിലവായി എന്ന്. അങ്ങാർക്ക് കക്കണ്ട, അങ്ങാരാർക്കും മുട്ടിച്ചു കൊണ്ട് കൊടുക്കുകയില്ല, അങ്ങാർക്ക് സമ്പാദിക്കണ്ട. അതുകൊണ്ട് നമ്മുടെ ഖജനാവിലെ പണം അവിടെ ഉണ്ടാവും, ആരും കൊണ്ടുപോകാനുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതുപോലെ നാട് നന്നാകുന്നത്. നമ്മുടെ ഖജനാവിലെ പണം അവിടെ തന്നെ വിനിയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട് ഇത്രയും നന്നായി. അതുപോലെ തന്നെ അരി കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ആരെങ്കിലും അരി കൊടുത്തിട്ടുണ്ടോ പ്രിയ? കൊടുത്തിട്ടില്ലല്ലോ. എന്തുകൊണ്ട് കൊടുത്തില്ല? അന്ന് ഇതിലും അരി സാധനങ്ങളും ഉണ്ടാകുന്ന കർഷകർ ഇഷ്ടം പോലെയാണ്. ഇന്നാണ് പണിയാൻ ആളില്ലാതെ വരുന്നത്. അന്ന് എമ്പടി ഉണ്ടായി, എന്നിട്ട് ആർക്കും കിട്ടിയിട്ടില്ലല്ലോ. എനിക്ക് ഇത്രയും പ്രായമായി, എനിക്കൊന്നും അങ്ങനെ ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അതുപോലെയല്ലേ എല്ലാ ജനത്തിനും എന്ന് ചിന്തിക്കുന്നു ഞാൻ. ഇപ്പം എന്തുകൊണ്ടാണ് ഇതൊക്കെ ചുമ്മാ കിട്ടുന്നതല്ലല്ലോ, ഇതിനെല്ലാം പണം മുടക്കിയിട്ടല്ലേ ഇങ്ങനെ കിട്ടുന്നത്. ഇവിടുത്തെ സർക്കാരല്ലല്ലോ ഇത് തരുന്നത്. ഇവിടുത്തെ സർക്കാരും കൂടെ കുറച്ചരിങ്ങൾ തരുവാണെങ്കിൽ ജനങ്ങൾക്ക് ശരിയായിട്ട് കഞ്ഞി കുടിച്ച് കിടക്കാൻ പാടില്ലേ? അവർ തരുന്ന അത്ര അരി ഇവരും തരുവാണെങ്കിൽ പിന്നെ എന്നാ ഇവരെന്നാ ചെയ്യണമെന്നായി പറയുന്നത്? ഇവരാർക്കെന്നാ ചെയ്യണേ? ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അത് വെച്ചോണ്ട് ആരും എന്നോട് വൈരാഗ്യ വഴക്കൊന്നും തോന്നണ്ട. ഞാൻ നാട്ടിൽ നടക്കുന്ന കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരു പാർട്ടിക്കാരോടും വഴക്കല്ല. പിന്നെ BJPക്കാരോട് ഞാൻ ഇച്ചിരി പറയുന്നുണ്ട്. BJPക്കാർ നേതാവ് കളിച്ച് നടന്നിട്ട് കാര്യമില്ല. ഇത്രയും പേരെ BJPക്കാർ ഇതിൻ്റെ ഫുൾ അഡ്രസ്സ് അന്വേഷിച്ച് കേന്ദ്രത്തിലേക്ക് അയക്കണം. എല്ലാത്തിൻ്റെ ഈ പറഞ്ഞ ആ വീഡിയോയുടെ സർവ്വതും നിങ്ങൾ അയക്കാതിരിക്കരുത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പണി മേടിച്ച് നാട്ടിൽ നിന്ന് പൊക്കോണം. ഞാൻ അത്ര പറയുള്ളൂ. ഈ പണിയും കളഞ്ഞിട്ട് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പൊക്കോണം. മേലെ വോട്ട് പിടിക്കേണ്ട, വോട്ടാണ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് വന്നേക്കരുത്. ഇത്രയും ചീത്ത വർത്താനം നരേന്ദ്രമോദിയെ കൊണ്ട് പ്രധാനമന്ത്രിയെ കൊണ്ട് പറഞ്ഞ ആൾക്കാരെ ഇനി നിങ്ങൾ പിന്നെ പറയിപ്പിക്കാനായിട്ട് നിങ്ങൾ വെച്ചോണ്ടിരുന്നാൽ നിങ്ങളെ തൊഴിച്ചറിയും ആൾക്കാർ കേട്ടോ. വോട്ട് പിടിക്കാൻ വന്ന് എൻ്റെ അടുത്ത് തന്നെ വോട്ട് പിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പച്ചയ്ക്ക് പറയും. അത് ഞാൻ പറഞ്ഞേക്കാം. അതുകൊണ്ട് നേതാവ് കളിച്ച് നടന്നാൽ പോരാ. ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചത് കേന്ദ്രത്തിലേക്ക് അയക്കണം. അവരെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. അവർക്ക് അതിൻ്റെ തക്കതായ ശിക്ഷ കൊടുത്തേ പറ്റൂ. അല്ലാതെ ഈ തെറി കേട്ടുകൊണ്ടിരിക്കാനൊന്നും പൊതുജനത്തിന് നേരമില്ല. നേതാവ് കളിച്ച് നടന്നാൽ പോരാ. ഇതിൻ്റെ അന്വേഷണം കൂടെ വേണം. കുറേ പൊട്ടച്ചാലുണ്ട്, പച്ചക്കള്ളം വിളിച്ച് പറയണ കുറേ പൊട്ടച്ചാലുകളും വെച്ചുകൊണ്ട് ഇരിക്കുന്നു. ഈ ജനൻ TV-ക്ക് 1-2 ചാനലും കൂടെ ഉണ്ടാക്കിയെന്നാ? നിങ്ങൾ 1-2 ചാനലും കൂടെ ഉണ്ടാക്കുന്ന ജനൻ TV ഈ ഒരു ചാനൽ മാത്രം വെച്ചുകൊണ്ടിരിക്കണേ. ഒരെണ്ണം കൂടെ നിങ്ങൾ ഒരു ചാനലും കൂടെ വിട്. അതാണ് ആവശ്യം. ഓരോ ചാനലിലേക്ക് മാറി നോക്കുമ്പോൾ ചുമ്മാ പച്ചക്കള്ളവും നാട്ടിൽ നടക്കാത്ത സംഭവങ്ങളും ഒക്കെ വിളിച്ചു പറയുന്നു. അവരെ തീവ്രവാദികളുടെ കാശും മേടിച്ചോണ്ട് ചാനലുകാരെ അവർക്ക് നിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കാശും മേടിച്ചോണ്ട് ഓരോ പച്ചക്കള്ളം പറഞ്ഞു. ഏഷ്യാനെറ്റൊക്കെ ഇതായിപ്പോയി. ഏഷ്യാനെറ്റൊക്കെ വെറും തട്ടിക്കൂട്ട് നുണയും പറഞ്ഞുകൊണ്ട് എല്ലാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതൊക്കെ മനസ്സിലാകും. അല്ലെങ്കിൽ നമുക്കെന്താ മനസ്സിലാകാൻ പോണു? ആയിക്കോട്ടെ, ഞാനിത്രയും പറഞ്ഞിട്ട് എന്നോട് ആരും വഴക്ക് തോന്നണ്ട. ഞാൻ നാട്ടിൽ നടക്കുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും